മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തതോടെ മത്സ്യത്തൊഴിലാളികൾ പ്രദേശത്തു നിന്നും പലായനം ചെയ്യുകയാണ്. മണൽ നീക്കം മന്ദഗതിയിലായതോടെ മുതലപ്പുഴ പൂർണ്ണമായും മരണപ്പുഴയായി മാറിയിരിക്കുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മുതലപ്പുഴയിൽ നിന്നും ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ മുതലപ്പുഴയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഓരോ തവണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉടൻ തന്നെ മണൽ നീക്കമെന്ന ഉറപ്പ് ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആളുകൾ ഒഴിഞ്ഞു പോവുകയാണോ ഇവിടെ നിന്ന്? സ്മൃതി, എപ്പോഴും പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതലപ്പുഴയിലാണ്. 6 മീറ്റർ താഴ്ചയുണ്ടായിരുന്ന കടൽ നിൽക്കുന്ന ഭാഗത്ത് മണൽ അടിഞ്ഞു കിടക്കുന്നതാണ് ഈ കാണുന്ന കാഴ്ച. ഇവിടെയുള്ള ബോട്ടുകൾക്ക് 1000-2000 ആളുകൾ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളുള്ള ഭാഗമാണ്. ഇവിടെ ഒന്നും ഒരൊറ്റൊരാൾക്ക് പോലും കടലിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നതാണ് കാണുന്ന കാഴ്ച. ഈ കിടക്കുന്ന ചെറിയ വള്ളങ്ങൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. ചെറിയ വള്ളങ്ങൾ ട്രാക്ടറിൽ വലിച്ചു കെട്ടി കടലിലേക്ക് മാറ്റി പിന്നീടത് കൊല്ലം തീരത്തേക്ക്, അവിടുത്തെ തുറമുഖത്തേക്ക്, ഫിഷറീസ് തുറമുഖത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കാഴ്ച. ആ വിധത്തിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നുവെന്ന് നമ്മൾ നേരിട്ട് കാണുകയാണ്. ഇവിടെ നിന്ന് മണലെടുക്കുന്നത് കാണാം. ഒരൊറ്റ JCB മാത്രമാണ് സ്മൃതി കാണാം. ഇത്രയും മണൽ കൂടി ഇതുവഴി വെള്ളം പോലും പോകാതെ ആ രൂപത്തിൽ തടസ്സപ്പെട്ടിട്ട് കൂടി ഒരു JCB മാത്രമാണ് അവിടെ മണലെടുക്കുന്നത്. മറ്റൊരു വശത്തുകൂടി മണൽ നീക്കവും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യക്ഷമമല്ല എന്നുള്ളതാണ് പരാതി. ഇവിടെ മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ഇത് എത്ര മീറ്റർ ആഴമുണ്ടായിരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ മണലിൽ നിൽക്കുന്നത്? ഏകദേശം 6 മീറ്ററിൽ കൂടുതൽ താഴ്ച ഉണ്ടായിരുന്ന സ്ഥലമാണ്. 78ഓളം ജീവൻ പൊലിഞ്ഞ ഒരു സ്ഥലത്താണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഇത് ഏകദേശം ഒരു 2-3 ആഴ്ചയ്ക്ക്, ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇത് മണലടിഞ്ഞു തുടങ്ങി. അപ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾ പലതവണ ഈ ഹാർബർ എഞ്ചിനീയറുടെ AXIയുടെ ഓഫീസിൽ പോയി ഞങ്ങൾ കാര്യം പറഞ്ഞു. അവർ ഒരു ശ്രദ്ധയിലും ഞങ്ങളെ ഇത് പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര കുടുംബങ്ങൾ ഇതിനെ ആശ്രയിച്ച്? ഏകദേശം 25,000-ൽ കൂടുതൽ കുടുംബങ്ങൾ ഞങ്ങളുടെ പട്ടണിയിലാണ്. ഏകദേശം ഇതുപോലുള്ള വള്ളങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോകാൻ എത്ര ബോട്ടുകളും വള്ളങ്ങളും ഉണ്ട്? 170 ബോട്ടുകൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്, പോകാനാകാതെ. ഈ ഫൈബർ വള്ളങ്ങൾ മാത്രമേ, അതും ട്രാക്കറിൽ കെട്ടി വലിച്ചാൽ മാത്രമേ അപ്പുറത്ത് പോകാൻ പറ്റൂ. സാധാരണ തീരങ്ങളിൽ നിന്ന് വള്ളം വലിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുപോകുന്നത്. ജീവിതം എങ്ങനെയാട്ടെ? ഇപ്പോൾ ഞങ്ങളെ ജീവിതം മുടക്കമാണിട്ട്. ഞങ്ങൾക്ക് ഇതല്ലാത്ത വേറെ ജീവിതം ഇല്ലാട്ട്. ഞങ്ങൾക്ക് കടലിൽ പോയി വല്ല മത്സ്യം പിടിച്ചാൽ മാത്രമേ ഞങ്ങളെ ജീവിതം നടക്കൂ. ഞങ്ങളെ കുടുംബം മൊത്തം പട്ടിണിയാണ്. ഇതെന്താണ് ചെയ്യാനുണ്ട്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ തെറ്റ്. ഈ അദാനിക്ക് ഈ കല്ല് പൊളിച്ചെടുത്ത് കൊടുത്തപ്പോഴത്തേക്ക്, വിഴിഞ്ഞ പ്രോജക്റ്റിന് വേണ്ടി കൊടുത്തിട്ടപ്പോഴത്തേക്ക് ഇവിടെ പൊളിച്ചതിന്റെ മാത്രമാണ് ഏറ്റവും കൂടുതൽ മണ്ണ് വന്നത്. ഇതുവരെ ഇങ്ങനെ ഇപ്പോൾ മണലെ ആദ്യഘട്ടത്തിൽ ചെറുതായി അടിഞ്ഞു കൂടിയപ്പോൾ തന്നെ മാറ്റിയില്ല. ഇല്ല, ഇത് ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ലായിരുന്നു. ഇത് ആദ്യത്തെ സംഭവമാണ്. 11 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ മണൽ ഇവിടെ അങ്ങനെ അടിഞ്ഞുകൂടുന്നത്. ഒരു ചെറുവള്ളം പോലും പോകാനാകാത്ത രൂപത്തെ തീരത്തിൽ, നമ്മൾ സാധാരണ കടൽ തീരത്ത് നിൽക്കുന്നത് പോലെയാണ് ഇവിടെ നിൽക്കുന്നത്. 6 മീറ്റർ ആഴമുണ്ടായിരുന്ന ഒരു പൊഴിയാണ് ഈ വിധത്തിൽ മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ കൃത്യമായ അനാസ്ഥ എന്ന് തന്നെ പറയാവുന്നതാണ്. ശരിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ? ഉണ്ട്. ഫിഷറീസ് മന്ത്രി, ഫിഷറീസ് ഡയറക്ടർ എല്ലാവർക്കും നമ്മൾ നിവേദനങ്ങളും ഓരോ ലെറ്ററും എല്ലാം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും വന്നിട്ട് ഓരോരോ വാഗ്ദാനങ്ങൾ പറയുകയാണ്. ഇന്ന് ചെയ്യും, നാളെ തുടരും, ഉടനടി ഉണ്ടെന്ന് പറഞ്ഞ് വർഷങ്ങളും മാസങ്ങളും കടന്നുപോയി. 78 ജീവനും നഷ്ടപ്പെട്ടു. 78 ജീവൻ കിടന്ന് രക്ഷപ്പെടാണ്ട് കൈ കാണിച്ച സ്ഥലത്താണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. വിഴിഞ്ഞം പ്രോജക്റ്റ് ഒന്നും ശ്രദ്ധയില്ലേ? നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മറുപടി എന്താ? ഞങ്ങൾ 101 സ്ട്രൈക്കിലൂടെ നടത്തിയിട്ടുണ്ട്. മരിച്ചുപോയ ബോഡി ഉൾപ്പെടെ കൊണ്ട് സമരം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഉയർന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥരുള്ള എല്ലാ മന്ത്രിമാരും MLA-മാരും കളക്ടർ ഉൾപ്പെടെ വന്നിട്ട് ഓരോരോ വാഗ്ദാനങ്ങൾ നൽകി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളോട് പറയുന്നത് സ്മൃതി, ഇവിടെയുള്ള ആളുകളോട് ഇവിടെ നിന്ന് അനൗദ്യോഗികമായി തന്നെ പറയുന്നത്, ഇവിടെയുള്ള വള്ളങ്ങളൊക്കെ ബോട്ടുകളും മറ്റേതെങ്കിലും തീരത്തേക്ക് കൊണ്ടുപോകണം, ഏതെങ്കിലും ഹാർബറുകളിലേക്ക് കൊണ്ടുപോകണം, കൊല്ലത്തേക്കോ വിഴിഞ്ഞത്തേക്കോ മാറണം എന്നുള്ളതാണ്. അതിന് നിങ്ങൾ തയ്യാറാണോ? അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള മന്ത്രിമാർക്കും MLA-മാർക്കും കഴിവില്ലാത്തത് കൊണ്ട് കഴിവുള്ള നാട്ടിലായ കൊല്ലം ജില്ലയിലോട്ട് ഞങ്ങളെ പോകാനാണ് അവർ പറയുന്നത്. ഞങ്ങൾ എങ്ങനെ പോകും? ഈ വലിയ ടണ്ണ് കണക്കിന് വെയിറ്റുള്ള വള്ളങ്ങൾ ഈ മണ്ണിൻ്റെ പുറത്തൂടെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ചെറു വള്ളങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഈ 178 വള്ളം എന്ന് പറഞ്ഞ വള്ളത്തിൽ, ഒരു വള്ളത്തിൽ 50 ജോലിക്കാർ വീതമുണ്ട്. അതുപോലെ അത് 2 ഹാർബറിലെ സമരം എങ്ങനെയാ നിങ്ങൾ ആലോചിക്കുന്നത്? ഇന്നിപ്പോ ശാഖാതലത്തിൽ ആലോചന നടക്കുന്നുണ്ട്. നാളെ സമരസമിതിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം നടക്കുന്നുണ്ട്. മരണം വരെ സമരം എന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും അതുണ്ടാവും. ഉറപ്പായിട്ടും ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടായതിന് ശേഷം ഞങ്ങളെ കൺമുമ്പിൽ വെച്ച് ഇത് മണൽ മാറ്റുന്ന ഒരു സംവിധാനം നമ്മൾ ഈ കാണുമ്പോൾ തന്നെ ഇത് എങ്ങനെ മാറ്റും? ഞങ്ങൾ ഈ സമരം നടത്തുന്ന, ഞങ്ങൾ ഈ സമരത്തിന് പിന്മാറണമെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ വന്ന് അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങി കണ്ട് ഒരു പര്യവസാനം കണ്ടതിന് ശേഷമേ സമരം നടത്താൻ ഞങ്ങൾ പിന്നോട്ട് പോവുകയുള്ളൂ. ആ നിലപാട് തന്നെ. പലവട്ടം സമരം നടത്തി, പലവട്ടം വാഗ്ദാനങ്ങൾ നൽകി, അതൊന്നും പാലിച്ചിട്ടില്ല.
പാലിച്ചാലേറ്റ് ഇതിന് പാലിച്ചതിന് ശേഷം നിർത്തും. അത്രയും സ്മൃതി ഇതൊന്ന് കാണിച്ചേ. ഈ ട്രാക്ടറിൽ വള്ളം വലിച്ച് കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഈ മണലിൽ കൂടി വെള്ളം വലിച്ച് കൊണ്ടുപോവുകയാണ്. ആ വിധത്തിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് നമുക്ക് നേരിൽ തന്നെ കാണാൻ കഴിയുന്നത്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ, ഇവിടെ കാണാനെത്തിയവർ, അങ്ങനെ നിരവധി ആളുകൾ ഇവിടെയൊക്കെ ഉണ്ട്. പലതരം ആളുകളാണ്. ഏതായാലും ആ രൂപത്തിൽ വലിയ ബുദ്ധിമുട്ട് മത്സ്യത്തൊഴിലാളികൾക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മണൽ ഒരു ഭാഗത്ത് മണൽ കൂട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. അവിടെ നിന്നൊരു JCBയിൽ ആ മണലെടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് ഇടുന്നു, അവിടെ ഒരു മണൽക്കൂനയാകുന്നു എന്നതൊഴിച്ചാൽ ഇവിടെ നിന്നൊരു മണൽ പമ്പ് ചെയ്യുന്ന ഒരു പമ്പും വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യക്ഷമമല്ല. ഇത്രയും പ്രദേശത്തെ മണലെടുക്കാൻ ഒരൊറ്റ JCB ആണോ അതിൽ ഉപയോഗിക്കുന്നത്? ഒറ്റ JCB കൊണ്ട് ഈ മണലെടുക്കും എന്നുള്ളത് അതിന്റെ ആത്മാർത്ഥത വ്യക്തമാക്കുന്ന കാര്യമാണ്. 78 പേർ ഇതിനകം ഈ പൊഴിയിൽ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. 78 പേരുടെ. അത് എല്ലാം ഈ അപകടം സംഭവിച്ചത് മണൽ കൂടി കിടന്നിട്ടാണ്. ഓരോ തവണ അപകടമുണ്ടാകുമ്പോഴും മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. അതിനുശേഷം ഒരു ഉറപ്പ് തരും, ഉടൻ തന്നെ മണൽ നീക്കം ഉണ്ടാകുമെന്ന്. ആ മണൽ നീക്കമാണ് ഇപ്പോൾ ഒറ്റ JCB കൊണ്ട് നടത്താനുള്ള ശ്രമം നടത്തുന്നത്. എത്രത്തോളം കരയെടുത്തിരിക്കുന്നു ഈ ഭാഗം എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. തൊഴിലാളികളെ സംബന്ധിച്ച് ജീവൻ മരണ പ്രശ്നമാണ്. അവർ മറ്റു തീരങ്ങളിലേക്ക് പോകുന്നതിലേക്ക് നിർബന്ധിതമാക്കുന്ന സാഹചര്യം ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്നത് അധികൃതർ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അവരിവിടുന്ന് ഒഴിഞ്ഞു പോവുക. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പലതരം ബുദ്ധിമുട്ടുകൾ സ്മൃതി പറഞ്ഞത് കൃത്യമാണ്. ഒരു JCB ഇതെങ്ങനെയാണ് ഇവിടെ നിന്ന് മണൽ, ഇത്ര വരുന്ന മണൽ, നമ്മൾ ഈ നിൽക്കുന്ന മണൽ മുഴുവനായി മാറ്റുക? മാത്രമല്ല ഒരു ചെറിയൊരു പമ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ആ പമ്പിൽ മാത്രമാണ് അതുവഴി ഒരു കുറച്ച് മണലും നീക്കുന്നുണ്ട്. ഇത് കാര്യക്ഷമമായി നിൽക്കണം, കാര്യക്ഷമമായി ഈ മണൽ നീക്കണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ഈ